Hello dear students, welcome to Mathroon. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 5th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള കോംപ്ലക്സ് അനാലിസിസിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കോംപ്ലക്സ് അനാലിസിസിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ എയുടെ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ z is equal to 3 plus 4i into 1 minus 2i in the standard form a plus ib and find its modulus mod z. ഈ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ a plus ib ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ മോഡുലസ് നമ്മൾ ഫൈൻഡ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഇവിടേക്ക് എഴുതാം. z is equal to 3 plus 4i into 1 minus 2i. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഓരോ ടേം ബൈ ടേം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ 3 into 1, ഓക്കെ, 3 into 1 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 3 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് 3 into minus 2i. ഓക്കെ, ഇവിടെ 3 into minus 2 എന്ന് പറയുമ്പോൾ അത് -6 ആണ്, പിന്നെ i കൂടെ ഉണ്ടാവും. അപ്പോൾ -6i. ഓക്കെ, പിന്നെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 4i into 1 നമുക്കറിയാം ഇത് 4i ആണ്. പിന്നെ നോക്കൂ, പ്ലസ് 4i into minus 2i. ഇവിടെ 4 into minus 2 എന്ന് പറയുമ്പോൾ അത് ആൻസർ എന്താണ് വരുന്നത്? 4 into minus 2 -8 ആണ്. ഓക്കെ, പിന്നെ i into i ഇവിടെ i സ്ക്വയർ വരും. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. 3 നമുക്ക് -6i plus 4i. ഇവിടെ സിമ്പിൾ ആയിട്ട് നമ്മൾ നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇപ്പൊ -6 plus 4 എന്ന് പറയുമ്പോൾ -2 ആണ് വരിക. പിന്നെ രണ്ടിലും i ഉണ്ട്, അപ്പൊ സിമ്പിൾ ആയിട്ട് -2i. ഓക്കെ, പിന്നെ -8 into i സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം -1 ആണ്. അപ്പൊ -8 into -1. നോക്കൂ, ഇത് 3 -2i -8 into -1 എന്ന് പറയുമ്പോൾ ഇത് +8 ആയിട്ട് മാറും. നോക്കൂ, ഈ 3യും 8 കൂടെ ആയിട്ട് ഇപ്പൊ 11 കിട്ടും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് 11 - 2i. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. ഇനി നമുക്ക് ഇതിന്റെ മോഡുലസ് ഫൈൻഡ് ചെയ്യാം. സോ മോഡ് z is equal to സ്ക്വയർ റൂട്ട് ഓഫ്, നമുക്കറിയാം റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. റിയൽ പാർട്ടിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 11 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് -2 സ്ക്വയർ. ഓക്കെ, നമുക്ക് 11ന്റെ സ്ക്വയർ നമുക്കറിയാം 121 ആണ്. -2 സ്ക്വയർ നമുക്കറിയാം അത് 4 ആണ്. ഓക്കെ, സോ റൂട്ട് 121ഉം 4 ആഡ് ചെയ്യുമ്പോൾ റൂട്ട് 125. ഓക്കെ, സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ റൂട്ട് ഓഫ് 125 നമുക്ക് 25 into 5 എന്ന് എഴുതാം. ഓക്കെ, ഇത് നമുക്ക് രണ്ട് റൂട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് 25 into റൂട്ട് 5. നമുക്കറിയാം റൂട്ട് 25 5 ആണ്. സോ ഇതിനെ 5 into റൂട്ട് 5 എന്ന് പറയുമ്പോൾ 5 റൂട്ട് 5 എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഈ കോംപ്ലക്സ് നമ്പറിന്റെ ലെങ്ത്, അതായത് മോഡ് z എത്രയാണ്? 5 റൂട്ട് 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, state de Moivre's theorem and use it to find all cube roots of unity. de Moivre's theorem നമ്മൾ സ്റ്റേറ്റ് ചെയ്യാം. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ഫൈൻഡ് ചെയ്യാം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ de Moivre's theorem ആണ് ചോദിച്ചതെങ്കിലും de Moivre's ഫോർമുലയാണ് അവർ ഉദ്ദേശിച്ചത്. നമ്മുടെ കയ്യിൽ z is equal to x plus iy എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഇതിന്റെ പോളാർ ഫോം ഈ രൂപത്തിലായിരിക്കും. z is equal to r into cos theta plus i sin theta. ഓക്കെ, നമ്മൾ ഇതിന്റെ nth പവർ എടുക്കുക, z raised to n. അതിന്റെ ഇക്വേഷൻ ഇതായിരിക്കും, r raised to n into cos n theta plus i sin n theta. ഈ ഫോർമുലയാണ് നമ്മൾ എന്ത് പറയാ, de Moivre's ഫോർമുല എന്ന് പറയുന്നത്. നോക്കൂ, നമ്മൾ z raised to n equal to 1 എന്നുള്ള ഇക്വേഷൻ ചൂസ് ചെയ്യാം. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് nth റൂട്ട്സ് ഓഫ് യൂണിറ്റി. നോക്കൂ, ഇതൊരു nth ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n നമ്പർ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിൽ ഏത് കോംപ്ലക്സ് നമ്പറും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമ്മൾ n-ന് 3 കൊടുക്കാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? z cube equal to 1. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻസ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? n 3 ആയതുകൊണ്ട് ഇതിന്റെ സൊല്യൂഷൻസ് നമ്മൾ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കോംപ്ലക്സ് നമ്പേഴ്സ് കിട്ടും. അതിൽ ഏത് കോംപ്ലക്സ് നമ്പറിന്റെയും ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 1. ഇത് സോൾവ് ചെയ്യാൻ നമുക്കൊരു പ്രത്യേക ഇക്വേഷൻ ഉണ്ട്. ഇനി നോക്കൂ, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ nth റൂട്ട്സ് ഓഫ് യൂണിറ്റി ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. ഒമേഗ k equal to nth റൂട്ട്സ് ഓഫ് r into cos theta plus 2k pi by n plus
I sin theta plus 2k pi by n. K equal to 0, 1, 2, 3, etc. n minus 1. ഇനി നോക്കൂ, ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് r വേണം, തീറ്റ വേണം. n നമുക്കറിയാം, n ഇവിടെ 3 ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ആറും തീറ്റയും നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പൊ നോക്കൂ, നമ്മൾ ആറും തീറ്റയും അറിയണമെങ്കിൽ ഈ 1 എന്നുള്ള കോംപ്ലക്സ് നമ്പർ നമ്മൾ പോളാർ ഫോമിലേക്ക് മാറ്റി എഴുതണം. എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ 1 എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് എന്താണ്? 1 + 0 ആണ്. നോക്കൂ, ഈ കോംപ്ലക്സ് നമ്പർ നമ്മൾ ഈ പോളാർ ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പൊ നോക്കൂ, ഇവിടെ ആറിന്റെ ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മോഡ് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, റിയൽ പാർട്ടിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ 0 സ്ക്വയർ. നമുക്കറിയാം ഇത് റൂട്ട് ഓഫ് 1 സ്ക്വയർ 1 ആണ്. 0 സ്ക്വയർ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. റൂട്ട് 1 നമുക്കറിയാം 1 ആണ്. അപ്പൊ നമുക്ക് 6 കിട്ടി. നോക്കൂ, തീറ്റ എന്തായിരിക്കും? ഓക്കെ, ഈ കോംപ്ലക്സ് നമ്പർ നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിൽ മാർക്ക് ചെയ്യുമ്പോൾ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. തീറ്റ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇമാജിനറി പാർട്ട് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് 0 ആണ്, റിയൽ പാർട്ട് 1 ആണ്. നോക്കൂ, ടാൻ ഇൻവേഴ്സ് 0/1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് 0 ആണ്. അപ്പൊ നോക്കൂ, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0. ഇതിന്റെ മീനിങ് എന്താണ്? ടാൻ തീറ്റ ഈക്വൽ ടു 0 എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, ടാൻ തീറ്റ ഈക്വൽ ടു 0. അപ്പൊ നോക്കൂ, എപ്പോഴാണ് ടാൻ തീറ്റ 0 ആവുന്നത് എന്ന് പറയുമ്പോൾ ഏത് തീറ്റ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോഴാണ് ടാൻ തീറ്റ 0 ആവുന്നത്? നമുക്കറിയാം തീറ്റ 0 കൊടുക്കുമ്പോഴാണ്. ടാൻ 0 ആണ് 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? r 1 ആണെന്ന് കിട്ടി, തീറ്റ 0 ആണെന്ന് കിട്ടി, n നമുക്കറിയാം 3 ആണെന്ന് അറിയാം. നമുക്ക് നമ്മൾ ആദ്യം കേക്ക് 0 എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ 0 ഈക്വൽ ടു, നമുക്ക് n നമുക്കറിയാം 3 ആണ്, ക്യൂബ് റൂട്ട് ഓഫ് r നമുക്ക് 1 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി നോക്കൂ, കോസ് ഓഫ് തീറ്റ നമുക്കറിയാം 0 ആണ്, നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ കേക്ക് നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ 2 × 0 × π. അപ്പൊ ഇത് കംപ്ലീറ്റ് എന്തായി പോകും? 0 ആയി പോകും. ന്യൂമറേറ്റർ 0/3 എന്ന് പറയുമ്പോൾ 0 എന്ന് വരും. അപ്പൊ കോസ് 0 പ്ലസ് i സൈൻ. ഇത് നോക്കൂ, ഇവിടെയും തീറ്റ 0 ആണ്, കെയും 0 ആണ്. അപ്പൊ ഇത് 0 ആവും. 0/3 0 കിട്ടും. അപ്പൊ സൈൻ 0. ഓക്കെ, നോക്കൂ, ക്യൂബ് റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. സോ 1 ഇൻറ്റു, ഇത് നോക്കൂ, കോസ് 0ന്റെ വാല്യൂ നമുക്കറിയാം അത് 1 ആണ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് 1 എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ പ്ലസ് i ഇൻറ്റു സൈൻ 0 0 ആണ്. ഇത് i ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് 0 ആയി പോകും. കോസ് 0ന്റെ വാല്യൂ 1. അപ്പൊ നോക്കൂ, 1 ഇൻറ്റു 1 1. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൂട്ട് കിട്ടി. ഏതാണ്? ഒമേഗ 0 ഈക്വൽ ടു 1. ഇനി നോക്കൂ, നമ്മൾ അടുത്ത റൂട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് നമ്മൾ 1 എന്ന് കൊടുക്കാം. അപ്പൊ നോക്കൂ, ഒമേഗ 1 ഈക്വൽ ടു, ഇവിടെ നോക്കൂ, ഇവിടെ n 3 തന്നെയാണ്, r 1 തന്നെയാണ്. അപ്പൊ ഇവിടെ ക്യൂബ് റൂട്ട് ഓഫ് 1 എന്ന് വരും. ക്യൂബ് റൂട്ട് ഓഫ് 1 ഇൻറ്റു, ഇത് നോക്കൂ, കോസ് ഓഫ്, നോക്കൂ, ഇവിടെ തീറ്റ സെയിം തന്നെയാണ്, 0 പ്ലസ് കെന്റെ വാല്യൂ 1 ആണ്. അപ്പൊ 0 പ്ലസ് 2 × 1 × π എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് ഇത് 2π എന്ന് വരും. ഓക്കെ, 2π/3 കോസ് 2π/3 പ്ലസ് ഇവിടെയും സെയിം തന്നെ i ഇൻറ്റു സൈൻ. ഇത് നമ്മൾ തീറ്റക്ക് 0യും കേക്ക് 1 കൊടുക്കുമ്പോൾ 2π എന്ന് വരും. 2π/3. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂട്ട്. ഇനി നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യാം. നോക്കൂ, ക്യൂബ് റൂട്ട് ഓഫ് 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 1 ആണ്. ഓക്കെ, ഇനി നോക്കൂ, കോസ് ഓഫ് 2π/3 പ്ലസ് i ഇൻറ്റു സൈൻ 2π/3. ഇനി നമ്മൾ ഈ കോസ് 2π/3യുടെയും സൈൻ 2π/3യുടെയും വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യാം. നോക്കൂ, ഇതിന്റെ വാല്യൂ -1/2 ആണ്, ഇതിന്റെ വാല്യൂ √3/2 ആണ്. അപ്പൊ നോക്കൂ, നമ്മൾ ഈ 1 ഇവിടെ സിമ്പിൾ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇതിന്റെ വാല്യൂ -1/2 പ്ലസ് i ഇൻറ്റു ഇതിന്റെ വാല്യൂ √3/2. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത റൂട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് റൂട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മൾ കേക്ക് 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മൾ കേക്ക് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെക്സ്റ്റ് റൂട്ട്
ഒമേഗ 2 ഈക്വൽ ടു നോക്കൂ ഇവിടെ സിമ്പിൾ ആയിട്ട് nth റൂട്ട് ഓഫ് ആർ എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 1. ഓക്കെ, ക്യൂബ് റൂട്ട് ഓഫ് 1 ഇൻറ്റു കോസ്. നോക്കൂ തീറ്റ സെയിം തന്നെയാണ് 0. അപ്പോൾ 0 പ്ലസ് നോക്കൂ കേക്ക് നമ്മൾ 2 ആണ് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു പൈ ഇത് 4π/3 ആവും. അപ്പോൾ 0 പ്ലസ് 4π/3 സിമ്പിളായിട്ട് 4π/3. ഇവിടെയും സെയിം തന്നെ വരും 4π/3. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും 4π/3 പ്ലസ് I sin 4π/3. ഓക്കെ, ഇത് നോക്കൂ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യാം. നമുക്കറിയാം ക്യൂബ് റൂട്ട് ഓഫ് 1 അത് 1 ആണ്. ഓക്കെ, നോക്കൂ കോസ് 4π/3 ഇതിന്റെ വാല്യൂ -1/2 തന്നെയാണ്. പ്ലസ് I ഇൻറ്റു നോക്കൂ സൈൻ 4π/3 ഇതിന്റെ വാല്യൂ -√3/2 ആയിരിക്കും. -√3/2. ഓക്കെ, ഇനി നോക്കൂ ഇത് നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് നമുക്കറിയാം മൈനസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇത് അടുത്ത സ്റ്റെപ്പിൽ -1/2 മൈനസ് I ഇൻറ്റു √3/2 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ തേർഡ് ആൻസർ. സോ z³ = 1 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഏതൊക്കെയാണ്? ഒന്ന് 1³ നമുക്കറിയാം 1 ആണ്. അടുത്തത് -1/2 പ്ലസ് I ഇൻറ്റു √3/2 ഇതിനെ ക്യൂബ് നിങ്ങൾ ഫൈൻഡ് ചെയ്താൽ 1 ആയിരിക്കും കിട്ടുക. അതേപോലെ നെക്സ്റ്റ് -1/2 മൈനസ് I √3/2 ഇതിന്റെ ക്യൂബ് കണ്ടാൽ നിങ്ങൾക്ക് 1 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി നോക്കൂ ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് പരസ്പരം കോൺജുഗേറ്റ് ആണ്. നോക്കൂ ഇതിന്റെ റിയൽ പാർട്ട് -1/2 -1/2, ഇമാജിനറി പാർട്ട് ഒന്ന് +√3/2 ആണെങ്കിൽ ഒന്ന് -√3/2. ഓക്കെ, അപ്പൊ ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് കോൺജുഗേറ്റ് ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ ദ കോംപ്ലക്സ് ഫൈൽ സാറ്റിസ്ഫൈയിങ് മോഡുലസ് ഓഫ് z-1 പ്ലസ് I ഈക്വൽ ടു 2. വാട്ട് ജിയോമെട്രിക് ഫിഗർ ഡസ് ദിസ് റെപ്രസെന്റ്? നോക്കൂ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന z ഉള്ള കോംപ്ലക്സ് നമ്പേഴ്സ് ഏതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. ഇനി ഇത് ഉണ്ടാക്കുന്ന ജിയോമെട്രിക് ഷേപ്പ് അത് ഏതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. നോക്കൂ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? മോഡുലസ് ഓഫ് z-1 പ്ലസ് I ഈക്വൽ ടു 2. ഓക്കെ, ഞാൻ നോക്കൂ ഈ രണ്ട് ടേം ഒന്നും മൈനസിന് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നോക്കൂ നമുക്ക് എന്തായിരിക്കും കിട്ടുക? z മൈനസ് ഓഫ് നോക്കൂ 1 ഞാൻ മൈനസിനെ പുറത്തെടുത്തു 1 ആയി. നോക്കൂ ഈ പ്ലസ് I ഞാൻ ഒരു മൈനസിനെ പുറത്തെടുക്കുമ്പോൾ -I. ഓക്കെ, ഈക്വൽ ടു 2. നോക്കൂ നമുക്കറിയാം മോഡുലസ് ഓഫ് z മൈനസ് z0 ഈക്വൽ ടു r. ഇതെന്തിന്റെ ഇക്വേഷൻ ആണ്? ഇതൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. ആ സർക്കിളിന്റെ സെന്റർ z0 എന്നുള്ള പോയിന്റ് ആണ്. അതുപോലെ ആ സർക്കിളിന്റെ റേഡിയസ് r ആണ്. നോക്കൂ ഇതേ ഫോമിലാണ് നമ്മുടെ ഈ ഇക്വേഷൻ ഉള്ളത്. ഓക്കെ, ഇവിടെ നോക്കൂ ഇവിടെ നമുക്കറിയാം z മൈനസ് z0 ഈക്വൽ ടു r ഫോമിലാണ് നമ്മുടെ ഇക്വേഷൻ ഉള്ളത്. നോക്കൂ അപ്പൊ റേഡിയസ് എത്രയാണ്? 2 ആണ്. ഓക്കെ, z0 എന്താണ്? 1 - I ആണ്. അപ്പൊ ഇതെന്താണ്? ഇതൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. റേഡിയസ് 2 ആണ്. ഈ സർക്കിളിന്റെ സെന്റർ ഏതാണ്? 1 - I ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പോളാർ ഫോം ഓഫ് ദ കോംപ്ലക്സ് നമ്പർ z is equal to -1 plus √3i. ഈ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന് പോളാർ ഫോം ഫൈൻഡ് ചെയ്യാം. നോക്കൂ നമ്മുടെ കയ്യിൽ z is equal to x plus iy എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഓക്കെ, ഇതിന്റെ പോളാർ ഫോം ഇതാണ്. z is equal to r into cos theta plus I sin theta. ഓക്കെ, അപ്പൊ നോക്കൂ ഈ ഫോമിലുള്ള കോംപ്ലക്സ് നമ്പറിനെ ഇതിന് നമ്മൾ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയും. കാർട്ടീഷ്യൻ ഫോം നമ്മൾ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആറും അറിയണം തീറ്റയും അറിയണം. ഓക്കെ, നമുക്ക് r എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അത് മോഡ് z ആണ് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് നമ്പറിന്റെ ലെങ്ത് റൂട്ട് ഓഫ് നമുക്ക് തന്നിരിക്കുന്നത് -1 plus √3 ആണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ -1ന്റെ സ്ക്വയർ പ്ലസ് പിന്നെ √3ന്റെ സ്ക്വയർ. ഓക്കെ, നോക്കൂ -1ന്റെ സ്ക്വയർ നമുക്കറിയുന്നത് 1 ആണ്. √3ന്റെ സ്ക്വയർ 3 വരും. നമുക്ക് √4 ഇതിന്റെ വാല്യൂ 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ r ന്റെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടി.
ഇത് നോക്കൂ, നമുക്ക് തീറ്റ ഫൈൻഡ് ചെയ്യണം. തീറ്റന്റെ ഇക്വേഷൻ ഇതാണ്, ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ്. ഓക്കെ, ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ്. നോക്കൂ, ടാൻ ഇൻവേഴ്സ്, നോക്കൂ ഇവിടെ y എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്, അപ്പോൾ √3. ഓക്കെ, ടാൻ ഇൻവേഴ്സ് √3 ഡിവൈഡഡ് ബൈ ഇവിടെ -1. ഓക്കെ, അപ്പം നോക്കൂ, സിമ്പിളായിട്ട് ടാൻ ഇൻവേഴ്സ് √3 ബൈ -1 എന്ന് പറയുമ്പോൾ -√3. ഓക്കെ, അപ്പം നോക്കൂ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് -√3. നോക്കൂ, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ടാൻ തീറ്റ ഈക്വൽ ടു -√3. ഇത് നോക്കൂ, നമ്മൾ ഏത് തീറ്റ വാല്യൂ കൊടുക്കുമ്പോഴാണ് ടാൻ തീറ്റ -√3 ആവുകയെന്ന് ചെക്ക് ചെയ്യാം. അതാണ് നമ്മുടെ തീറ്റ വാല്യൂ. ഇത് നോക്കൂ, നമ്മൾ ടാൻ തീറ്റ √3 ആവുന്ന തീറ്റ വാല്യൂ ഫൈൻഡ് ചെയ്യാം. മൈനസ് അവിടെ നിൽക്കട്ടെ. ഓക്കെ, നോക്കൂ, ടാൻ തീറ്റ √3 ആവുന്നത് തീറ്റ π/3 ആവുന്ന കേസിലാണ്. ഓക്കെ, പക്ഷെ നോക്കൂ, നമ്മുടെ തീറ്റ വാല്യൂ ഡയറക്റ്റ് π/3 ഒന്നും എടുക്കാൻ പാടില്ല, കാരണം നമുക്ക് കിട്ടിയത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ നോക്കൂ, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്കൂ, നമ്മുടെ ക്വാഡ്രന്റ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും എന്ന് പറയുമ്പോൾ എക്സ് നെഗറ്റീവ് ഇവിടേക്ക് വൈ പോസിറ്റീവ് ഇവിടേക്ക് എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രന്റിലാണ് എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഓക്കെ, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഈ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഉള്ളത്. ഇവിടെ നമുക്കറിയാം സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ടാന് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തീറ്റനെ പൈ മൈനസ് തീറ്റ എന്ന് മാറ്റി എഴുതണം. അപ്പൊ നോക്കൂ, പൈ മൈനസ് തീറ്റ എന്തായിരിക്കും? പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ π/3. ഓക്കെ, നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3π, ഓക്കെ, പിന്നെ -π ഹോൾ ഡിവൈഡഡ് ബൈ 3. നോക്കൂ, 3π - π എന്ന് പറയുമ്പോൾ 2π ആണ്. 2π/3. ഓക്കെ, അപ്പോൾ നമ്മുടെ ആംഗിൾ, കറക്റ്റ് ആംഗിൾ എത്രയാണ്? 2π/3 ആണ്. അപ്പോൾ നമുക്ക് ടാൻ 2π/3 ആയിരിക്കും എന്ത്? -√3. അപ്പോൾ നമുക്ക് തീറ്റ കിട്ടി. സോ ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ ഈ പോളാർ ഫോമിലേക്ക് എഴുതി നോക്കാം. നമുക്ക് r ഇവിടെ കിട്ടിയിട്ടുള്ളത് 2 ആണ്. നമ്മുടെ തീറ്റ, നമ്മുടെ ഫൈനൽ ആംഗിൾ തീറ്റ എത്രയാണ്? 2π/3 ആണ്. നമ്മൾ ഈ വാല്യൂസ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു r ഇൻറ്റു എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 2π/3 പ്ലസ് i സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ 2π/3. സോ ഇതായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം.